ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ല 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഞാൻ സെൻസിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് തീരെ ചെറുതായിരിക്കും എന്നുള്ളത്. സെറ്റ് ചെയ്യുമ്പോൾ വലിയ സ്വപ്നങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാനത് കേൾക്കുന്നതിന് മുമ്പേ സെറ്റ് ചെയ്തൊരു ഗോളാണ്. അപ്പൊ ഇപ്പോ അതിനടുത്തേക്ക് എത്തുമ്പോ ഒരു പേടി, അത് ഓവർകം ചെയ്യാൻ ഈ ഹാൻഡിൽ ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? നല്ല ക്വസ്റ്റ്യൻ അത്. പേടി എന്ന് പറഞ്ഞാൽ പേടിയുള്ള ഒരു ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുള്ളൂ അല്ലേ. ഒരു ഗോള് അതിന് പേടിയില്ല എങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യില്ല. ഗോളിൻ്റെ അർത്ഥമുണ്ട്. ഗോള് നേടാന്ന് മാത്രമല്ല, ആ നേടുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ഗ്രോ ചെയ്യണ്ടേ, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെയോ ഒരു കുറവുണ്ടാവും. ആ കുറവിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗോള് നേടാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാന്നൊന്നും എനിക്കറിയില്ല, പറയും വേണ്ട. ചോദിക്കുന്നത്, നിങ്ങൾ ആ ഗോൾ ഇപ്പോൾ പേടി വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല, ആ ഗോള് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തൊക്കെയാണ് അറിവ് നേടേണ്ടത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നേടേണ്ടത്, എന്തൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? അറിവ് നേടേണ്ടത് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ട്രൈ എന്നുള്ള പദം ഉപയോഗിക്കരുത്. ട്രൈ എന്നുള്ള പദം ഉപയോഗിക്കാതെ വീണ്ടും പറയാതെ. അറിവ് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അറിവ് എന്ത് ഗോളെന്ന് പറഞ്ഞാൽ അത് ആ ഗോൾ നേടാനുള്ള അറിവ് നിങ്ങൾ നേടുന്നുണ്ട്, ശരിയല്ലേ? ജേണി 90% കവറായി. ഇനി ഒരു 10% എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിന്റെ രൂപത്തിലാണ് എന്റെ മുമ്പിലുള്ളത്. അത് എന്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്. എന്നാൽ കൂടി അവിടെയുള്ള അടുത്ത ഇന്റർവ്യൂവിന് സെലക്ട് ആയത് 4 പേരാണ്. അവര് എന്നെക്കാളും ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ടെൻഷൻ. എനിക്ക് ഈ ജോബ് എന്തായാലും വേണം. ഓക്കെ, ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. നമ്പർ 1, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങളല്ല ഡിസിഷൻ മേക്കർ. ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളല്ല ഡിസിഷൻ മേക്കർ. നമ്മൾ ആ 3 ആൾക്കാരെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ജോബ് കിട്ടിയ 3 ആൾക്കാരെടുക്കാം. ചിലപ്പം അവർക്ക് നിങ്ങളത്ര കഴിവുണ്ടാവണമെന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളത്ര കഴിവുണ്ടാവണമെന്നില്ല, പക്ഷേ അന്ന് അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവും. ലെറ്റ്സ് സേ നിങ്ങളുടെ ഈ 3 ആൾക്കാരുടെ സെയിം എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുക, സെയിം ടാലൻ്റ് ആണെന്ന് വിചാരിക്കുക, സെയിം ക്വാളിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ പഠിക്കേണ്ട 3 കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 3R എന്ന് പറയും, 3 Rകളാണ്. ഓക്കെ, ദ ഫസ്റ്റ് R ഇസ് കോൾഡ് ദ റിസോഴ്സസ്. ഓക്കെ, നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ടായിരിക്കാം. റിസോഴ്സസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിസോഴ്സസ് ആണ്, ബുക്സ് നിങ്ങളുടെ റിസോഴ്സസ് ആണ്, നോളജ് നിങ്ങളുടെ റിസോഴ്സസ് ആണ്, സ്കില്ല് നിങ്ങളുടെ റിസോഴ്സസ് ആണ്. ഓക്കെ, അതാണ് റിസോഴ്സസ്. അത് നമ്മൾ 3 ആൾക്കുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ 3 പേരാണ്, 3 പേർക്ക് ആ റിസോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ റിസോഴ്സിൽ പെടണം. നമ്പർ 2, റിസോഴ്സ്ഫുൾ ആണ്. നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് പഠിച്ചിട്ട് മാത്രമല്ല, ഡ്രൈവ് ചെയ്യാനും അറിയാം. ഓക്കെ, മനസ്സിലാവുണ്ടാവും. ചിലർക്ക് ലൈസൻസ് ഉണ്ടാവും, പക്ഷേ ഡ്രൈവിംഗ് അറിയണ്ടാവില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ചിലർ ലൈസൻസ് ഉണ്ടാവും, റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ലൈസൻസ് ഉണ്ട്, ആരും പിടിക്കൊന്നുമില്ല, പക്ഷേ ഡ്രൈവിംഗ് അറിയില്ല. പക്ഷേ നമ്മൾ ഈ 2ാമത്തെ കേസ് എടുക്കാം. ആദ്യത്തെ റിസോഴ്സസ് നിങ്ങൾക്കുണ്ട്, 2ാമത്തെ റിസോഴ്സ്ഫുൾ ആണ്. അതായത് നിങ്ങൾക്കത് ഓടിക്കാൻ അറിയാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് ജോബ് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ജോബിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോബ് ചെയ്യാൻ അറിയാം. 3ാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനെ പറയാണ് റിസോഴ്സ്ഫുൾനെസ് എന്നാണ് പറയുക. അപ്പോൾ റിസോഴ്സസ്, റിസോഴ്സ്ഫുൾ ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. റിസോഴ്സ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ്? ചിലപ്പോൾ നല്ല കഴിവുള്ള ഒരു ഡോക്ടറായിരിക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറായിരിക്കാം, പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ട് ചിലപ്പം ഒരാൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലേ? അങ്ങനത്തെ ഒരുപാട് കേസുകളില്ലേ? ഇന്റർവ്യൂ ആണോ അല്ല, ജീവിതത്തിൽ എവിടെയും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ സ്വഭാവത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നതിലായിരിക്കാം, ചിലപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം. എന്തിലും
ആ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ചെറിയൊരു സമയം, ആ ഒരു സമയത്ത് നമ്മളെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര റിസോഴ്സസ് ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര റിസോഴ്സ്ഫുൾ ആയിട്ടും കാര്യമില്ല, ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്യില്ല. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ലൈസൻസ് ഉള്ള ആളുടെ അടുത്ത് ആൾക്ക് ഡ്രൈവിങ്ങും അറിയാം, 10-12 വർഷമായി ഡ്രൈവ് ചെയ്ത ആളാണ്, ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ആക്സിഡൻ്റ് ആവണം, അല്ലേ? ഒരു പ്രത്യേക സാഹചര്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് വരും. കാരണം ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ആ വ്യക്തി റിസോഴ്സ്ഫുൾനെസ്സിലല്ലായിരുന്നു, ആ സ്റ്റേറ്റിലല്ലായിരുന്നു. അപ്പോഴാണ് ഈ അപകടം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫുള്ളായിട്ട് റിസോഴ്സസ് ഉണ്ടാവും, റിസോഴ്സ്ഫുൾനെസ്സും ഉണ്ടാവും. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ, ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും ആ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ ശരിക്കും പതറിപ്പോയാൽ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിക്കുള്ള ആൻസർ കൊടുക്കാൻ പറ്റില്ല. ആൻസർ കൊടുക്കാത്ത സമയത്ത് അവർക്ക് തോന്നും, ചിലപ്പോൾ നിങ്ങൾ ആവണമെന്നില്ല, പക്ഷെ അവർക്ക് തോന്നി ഈ കാൻഡിഡേറ്റ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് എല്ലാം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാനും ചാൻസ് കുറവാണ്. മനസ്സിലുണ്ടോ? പക്ഷെ അത് വിചാരിച്ച് നിർത്താൻ പാടില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ പറയും ഓക്കെ എൻ്റെ റിസോഴ്സ്ഫുൾനെസ്സിൻ്റെ ആ സമയത്ത് നടക്കില്ല എന്നുള്ള അറിയില്ല. അതിനാണ് പ്രാക്ടീസ് ചെയ്യുക, അതിനാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക. മനസ്സിലാവണ്ട? അപ്പോൾ കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 90% 100% ആക്കിയിട്ട് പൂർണ്ണ ധൈര്യത്തോടുകൂടി പോവാം. ഞാൻ വിജയിക്കും. ഇപ്പോൾ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ്. അപ്പം ഞാനത് പല ആൾക്കാരോടും ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അവിടെ പോകുമ്പം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടൂല എന്നല്ല പറഞ്ഞിട്ട് പോയത്, എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ശരിയാവും എന്നുള്ള രീതിയിലാണ് പോയത്. അറിയോ? കാരണം ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പാകപ്പെടുത്താം, ഇതെനിക്ക് ശരിയാവും, എന്തായാലും ശരിയായി മതിയോ, ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. രണ്ടാമത്തെ നിങ്ങളൊരു ഇൻ്റർവ്യൂ പോകുമ്പോൾ, ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഇൻ്റർവ്യൂവിൽ പോകുമ്പം എല്ലാവരും പറയും പ്രാർത്ഥിക്കണം കേട്ടോ, ഓക്കെ, ഇത് ഇൻ്റർവ്യൂ കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും. ഇനി ഞാൻ പറഞ്ഞു നോക്ക്, ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പം ഒരിക്കലും എനിക്ക് ജോബ് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. മനസ്സിലാവുണ്ടോ? ഒന്നുകൂടെ ഞാൻ കറക്റ്റായിട്ട് പറയാം. ശരിക്കും ഞാനിപ്പം നിങ്ങളെ മൈൻഡ് സെറ്റിനായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും എനിക്ക് ഈ ജോബ് കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, അവർക്കാണ് എന്നെ വേണ്ടതെന്ന് പ്രാർത്ഥിക്കുക. രണ്ടും വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? അവർക്കാണ് എന്നെ വേണ്ടത്, എനിക്കല്ല അവരെ വേണ്ടത്. എനിക്കല്ല ഈ ജോലി വേണ്ടത്, അവർക്കാണ് എന്നെ വേണ്ടത്. എന്നെക്കൊണ്ട് അവർക്കാണ് ഉപകാരം കിട്ടാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും. എനിക്ക് ഈ ജോലി തരണേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൈ ഉണ്ടല്ലോ, അത് താഴെയാണ്, ആ സ്റ്റേജിലാണ്. പ്ലീസ് ഗീവ് മീ എന്നുള്ള ഒരു ബെഗിങ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിലേക്ക് നിങ്ങൾ പോവാം. അപ്പോൾ നിങ്ങളുടെ ബോഡി അങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ സംസാരം അങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരങ്ങളും അങ്ങനെ ആയിരിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതേ സമയത്ത് അവർക്കാണ് എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണം എനിക്ക് അതിൻ്റെ കഴിവുണ്ട്, വൈ നോട്ട്? ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറി ചെല്ലുന്നതും നിങ്ങൾ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണതും അത് മറ്റൊരു ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റുക, മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാം. ഓക്കെ, അതിനുവേണ്ടി അധ്വാനിക്കും ചെയ്യാം, പ്രിപ്പയറും ചെയ്യാം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ട്വീക്ക് ചെയ്യുക. സോ യുൽ ഗെറ്റ്. എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ജോബ് കിട്ടിയിട്ടുണ്ട്. സോ ഡോണ്ട് ആസ്ക് ഫോർ എ ജോബ്, സേ ദാറ്റ് ദേ വാണ്ട് മീ, ഇറ്റ്സ് റാദർ ദാൻ ഐ വാണ്ട് ദം. ഹാപ്പി? ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ടെൻഷൻ. എനിക്ക് ആ ജോബ് വേണം തന്നെയായിരുന്നു. ഇല്ല അങ്ങനെ ചിന്തിക്കരുത്, വേണം അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അത് അവർക്കാണ് ഇതിനെ വേണ്ടത്. അവർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട ജോബ്, ആ രീതിയാണ് നിങ്ങൾ പറയേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ വേറെ ജോബില്ലാത്ത കാര്യം, ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ കാര്യം. ഇത് പറയാം, ഇത് അവർക്കാണ് വേണ്ടതിന്, എനിക്കാണ് അതിൻ്റെ കഴിവുള്ളത്, എനിക്കാണ് അത് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടല്ലോ, അതായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഫിഡൻസ് ലെവൽ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. എനിക്കറിയാം, ഞാൻ ആദ്യത്തെ ജോബ് ചെയ്തപ്പം എനിക്ക് 3000 റുപ്യ ശമ്പളം കിട്ടിയത്, റീജിയണൽ മാനേജറായിട്ട് എനിക്ക് 3000 റുപ്യ ശമ്പളം കിട്ടി. അന്ന് കാരണം എനിക്ക് ചോദിക്കാൻ അറിയില്ലായിരുന്നു. അവിടെ എനിക്ക് തെറ്റ് സംഭവിച്ചെന്നുള്ള പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം അതിനേക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരുപാട് വർഷം മുമ്പ് കേട്ടോ. പക്ഷേ ആ 3000 റുപ്യ കിട്ടിയപ്പം എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്തു, അയ്യോ ഇതൊന്നല്ലല്ലോ, എനിക്ക് കഴിവ് വേറെ, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരൊറ്റ മാസം ഞാൻ ആ 3000 റുപ്യയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്താ അറിയോ,
എനിക്ക് ഇന്ന കഴിവുണ്ട്, ഇന്ന കഴിവുണ്ട്, ഇന്ന കഴിവുണ്ട്, ഇന്ന കഴിവുണ്ട്. ഞാൻ അത് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ഇവിടെ നടത്താം. എനിക്ക് 70%, 70-30% ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കണ്ടോ, ഞാൻ മാറി. ഒരൊറ്റ മാസം കൊണ്ട് ഞാൻ മാറി. എന്നിട്ട് അഗ്രിമെൻറ്റ് കണക്ട് ചെയ്തു. ഞാൻ 60-40% ഞങ്ങൾ അഗ്രിമെൻറ്റ് എഴുതി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 3000 ഒന്നുമല്ല, അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ കിട്ടാൻ തുടങ്ങി. വായ്, ഞാൻ ബെഗിങ് സ്റ്റേജിലായിരുന്നു. എനിക്കൊരു ജോലി വേണമെന്നുള്ള രീതിയിൽ, രണ്ടാമത്തെ അവർക്ക് എന്നെ വേണമെന്നുള്ള രീതിയിലാക്കി. മനസ്സിലായി നിങ്ങൾക്ക്? സോ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് എവറിത്തിങ് വിൽ സ്റ്റാർട്ട് ചേഞ്ചിങ്. ഇത് ഞാൻ ലൈവ് എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്, ലൈവ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. താങ്ക് യു. Okay, thank you, Sensei. Thank you. Thank you, sir. Let's move on to the next caller, please.